മാന്യപ്രേക്ഷകർക്ക് അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം. വ്യാഴം അഥവാ ഗുരു ജൂപ്പിറ്റർ പ്ലാനറ്റിന്റെ 3 നക്ഷത്രങ്ങളിലൊന്നാണ് വിശാഖം നക്ഷത്രം. നീലവിഹായസിൽ വട്ടക്കിണർ പോലെ കാണപ്പെടുന്ന 9 നക്ഷത്രങ്ങളുടെ ഒരു സമൂഹമാണ് വിശാഖം നക്ഷത്രം. ഇലകൾ കൊണ്ട് തോരണം തൂക്കിയിരിക്കുന്നത് പോലെയാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം. നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക അഥവാ 18 മണിക്കൂറിനുള്ളിൽ ജനിച്ചാൽ തുലാക്കൂറും അവസാനത്തെ 15 നാഴിക അഥവാ 6 മണിക്കൂറിനുള്ളിൽ ജനിച്ചാൽ വൃശ്ചികക്കൂറുമാണ്. ഇന്ദ്രാഗ്നികളാണ് ദേവതകൾ. പുണർദവും പൂരുരുട്ടാതിയുമാണ് മറ്റു 2 അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ. ജന്മനക്ഷത്ര വൃക്ഷം വയ്യങ്കതയും മൃഗം സിംഹവും പക്ഷി കാകനുമാണ്. ഈ നക്ഷത്രജാതരുടെ ഭാഗ്യരത്നം മഞ്ഞ പുഷ്യരാഗരത്നമാണ്. ഓറഞ്ച്, വെള്ള, ചുവപ്പ്, മഞ്ഞ നിറങ്ങളും വിശാഖ നക്ഷത്രജാതർക്ക് കൂടുതൽ അനുയോജ്യവും ഭാഗ്യദായകവുമാണ്. എല്ലാ വിശാഖ നക്ഷത്രജാതരുടെയും ദശാനാഥനും ഭാഗ്യാധിപനും നക്ഷത്രാധിപനം വ്യാഴഗ്രഹമായിരിക്കും. വിശാഖം നക്ഷത്രജാതരുടെ ജനനം വ്യാഴദശയിലാണ് ആരംഭിക്കുന്നത്. ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഏതാണ്ട് നക്ഷത്രമധ്യത്തിൽ ആവാം എന്ന് കണക്കുകൂട്ടിയാൽ ഉദ്ദേശം 8 വയസ്സ് വരെ വ്യാഴദശയും പിന്നീട് 27 വരെ ശനിദശയും തുടർന്ന് 44 വരെ ബുധദശയും പിന്നീട് 51 വരെ കേതുദശയും തുടർന്ന് 71 വയസ്സ് വരെ ശുക്രദശയും പിന്നീട് 77 വരെ ആദിത്യദശാകാലവും തുടർന്ന് 87 വരെ ചന്ദ്രദശാകാലവും വരുന്നു. ഇനി ഈ നക്ഷത്രജാതരുടെ പ്രധാന സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഈശ്വരചിന്തയും തികഞ്ഞ ആത്മാർത്ഥതയുമുള്ളവരാണ് ഈ നക്ഷത്രജാതർ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുവാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു മിടുക്ക് തന്നെയുണ്ട്. സൗമ്യ സ്വഭാവക്കാരായ വിശാഖ നക്ഷത്രജാതർ ഇവർ പെട്ടെന്നൊന്നും ആരെയും അംഗീകരിച്ചു കൊടുക്കുകയോ വകവെച്ചു കൊടുക്കുന്നവരോ അല്ല. ആര് തന്നെ ആയാലും വിധേയത്വം ഇവരെ സംബന്ധിച്ച് ആത്മഹത്യാപരം തന്നെ. ആത്മനിയന്ത്രണം അല്പം കുറവായ ഇവർ തികച്ചും പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കുന്നതിൽ ബഹുസമർത്ഥരാണ്. ഏറെ സംഭാഷണപ്രിയരായ ഇവർ പ്രവൃത്തികളിൽ സാമർഥ്യവും സദാ പ്രകടിപ്പിക്കും. അസാധാരണ ഭരണപാഠവും ആജ്ഞാശക്തിയും ഉള്ള ഈ നക്ഷത്രജാതർ തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയുകയും അവ നടപ്പാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ. വട്ടമുഖവും നീതിബോധവുമുള്ള ഇവർ വാദപ്രതിവാദം നടത്തുന്നതിൽ സമർത്ഥരും. ഇവരെ വാദിച്ച് തോൽപ്പിക്കുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ അനുഭവം തന്നെയാവും. മാതൃഗുണം തുലോം കുറവായ ഈ നക്ഷത്രജാതർക്ക് പിതാവിനെക്കുറിച്ച് ഇവർക്ക് ഒരുപാട് അഭിമാനിക്കാൻ ഉണ്ടെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാറില്ല. മാതൃഗുണം അഥവാ കിട്ടിയാൽ പോലും മാതാവിൽ നിന്നും വേറിട്ട് താമസിക്കേണ്ടതായും വന്നേക്കാം. ഇവർ മിക്കവരും തേജസ്വികളും സുന്ദരന്മാരും സുന്ദരിമാരും ആയിരിക്കും. കർക്കിടക വ്യാഴകാലത്ത് ജനിക്കുന്നവർ കർമ്മരംഗത്ത് ഏറ്റവും ഉന്നതിയിൽ എത്തുന്നവരും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുന്നവരുമായിരിക്കും. സ്വകുടുംബത്തിൽ നിന്നും ഒട്ടുമിക്കവരും അകന്നു കഴിയുന്നവരായി കാണാൻ കഴിയുന്നു. ഭക്തിമാർഗത്തിൽ ഉറച്ചു നിന്ന് ഒരു കുടുംബജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുണ്യാത്മകളെ ദർശിക്കുന്നതിനും അതീവ ശ്രദ്ധാലുക്കളാണ്. ബാല്യകാലത്തിൽ ഉണ്ടാവുന്ന തിക്താനുഭവങ്ങളാവാം ചെറുപ്പം മുതൽ തന്നെ പരിശ്രമശീലരും സ്വന്തം കാര്യം നോക്കുന്നതിൽ തൽപരനുമായി മാറുന്നത്. അന്ധമായ മതവിശ്വാസമോ അന്ധമായ ആചാരങ്ങളോ അതേപടി വിശ്വസിക്കുന്ന സ്വഭാവം ഇവരിൽ തീരെ കാണുകയില്ല. എന്നാൽ ദൃഢമായ ഈശ്വരവിശ്വാസവും സത്യത്തെയും ധർമ്മത്തെയും ആദരിച്ചുകൊണ്ടുള്ള ജീവിതം ഇവയെല്ലാം കൊണ്ട് ഈ നക്ഷത്രജാതർ അനുഗ്രഹീതരാകുന്നു. ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ഭർത്താവിനെ ദൈവതുല്യം കാണുകയും ബഹുമാനിക്കുകയും സ്നേഹം കൊണ്ട് ഭരിച്ച് ഇവരുടെ ചൊൽപ്പടിയിൽ നിർത്തുന്നതിന് ഇവർക്കുള്ള കഴിവ് ഒട്ടി ചെറുതൊന്നുമല്ല. വാതരോഗങ്ങളെയും ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങളെയും ഇവരെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക മണ്ഡലങ്ങൾ ഇവർ വളരെയധികം ശോഭിക്കുന്നതായി കണ്ടുവരുന്നു.
മിതമായ ചെലവിൽ അനാവശ്യ ആർഭാടങ്ങൾ ഒഴിവാക്കാൻ കുടുംബത്തിലെ ലക്ഷ്മി കൂടിയായ സ്ത്രീകൾക്ക് കഴിയുന്നു. ഇനി വിശാഖം ആദ്യത്തെ 45 നാഴികയിൽപ്പെട്ട തുലാക്കൂറുകാരുടെ 2026 വർഷം, അതായത് ഡിസംബർ 31 വരെ എങ്ങനെയെന്ന് പരിശോധിക്കാം. ഒരു വർഷകാലമായി 4-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായ ശനി ഇഷ്ടഭാവമായ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2026 ഡിസംബർ 31 വരെയും ശനി മാറ്റമില്ലാതെ തന്നെ മീനം രാശിയിൽ തുടരുന്നതാണ്. ഇനി 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രാജയോഗ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. സ്വന്തമായി ഇതേവരെ ഒരു ഭവനമോ വാഹനമോ ഇല്ലാതിരുന്നവർക്ക് ഈ വർഷം തന്നെ ഇവ രണ്ടും നേടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സന്താനലബ്ധിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും സന്താനഭാഗ്യം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉന്നത പദവിയിൽ എത്തുന്നതിനും ഈ വർഷം സാധിക്കുന്നതാണ്. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുന്നതിനും ദീർഘനാളായി രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നവർക്ക് രോഗശാന്തിയും രോഗങ്ങളിൽ നിന്നും മുക്തിയും ലഭിക്കുന്നതാണ്. ഏർപ്പെടുന്ന കാര്യാദികളിലെല്ലാം തന്നെ ഒക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സർവോപരി ഈശ്വരാധീനത്തിൻ്റെയും അധിപനായ ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കയാൽ പൂർവീയ സ്വത്തുകൾ ലഭിക്കുന്നതാണ്. ഏപ്രിൽ 2 മുതൽ കുജൻ ഇഷ്ടഭാവമായ മീനം രാശിയിൽ വരുന്നു. തുടർന്ന് മെയ് 11 മുതൽ സ്വക്ഷേത്ര ബലവാനായി നിവർത്തികാരകനും ധനസ്ഥാനാധിപനുമായ കുജൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയും ജൂൺ 20 വരെ തൽസ്ഥിതി തുടരുകയും ചെയ്യുക. ജോലി നഷ്ടപ്പെട്ട് പുതിയ ജോലി തേടുന്നവർക്കും ഈ 80 ദിനങ്ങൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. ജൂൺ 2 മുതൽ സർവേശ്വരനായ ഗുരു കർമ്മത്തിൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നു. കർമ്മവ്യാഴകാലം ഗുണകരമല്ല എങ്കിലും ഉച്ചരാശിയിലേക്ക് ഇരട്ടി ബലത്തിൽ പ്രവേശിക്കയാൽ ഇതേവരെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നവർക്ക് അതിനുള്ള കനകാവസരം തന്നെ ആയിരിക്കും. ഈ സ്ഥിതി 2026 ഡിസംബർ 31 വരെയും തുടരുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും പ്രമോഷനോടുകൂടിയ സ്ഥലം മാറ്റങ്ങളും സ്ഥാനചലനങ്ങളും ഉണ്ടാവാം. ആഗസ്റ്റ് 5 മുതൽ ഭാഗ്യാധിപനായ ബുധൻ കർമ്മത്തിലും തുടർന്ന് ആഗസ്റ്റ് 22 മുതൽ ഭാഗ്യാധിപൻ ലാഭസ്ഥാനത്തും സെപ്റ്റംബർ 6-ാം തീയതി വരെ നിൽക്കുന്നു. ഈ ഒരു മാസക്കാലം കർമ്മ അഭിവൃദ്ധിയും ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശത്ത് കർമ്മം ചെയ്യുന്നതിനും മത്സര പരീക്ഷകൾക്കും മറ്റുമുള്ള ഉന്നത വിജയം നേടുന്നതിനും സാധിക്കുന്നു. സെപ്റ്റംബർ 2 മുതൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി ജന്മരാശിയായ തുലാൻ രാശിയിൽ നവംബർ 5 വരെ 2 മാസക്കാലവും തുടർന്ന് നവംബർ 22 മുതൽ ഡിസംബർ 31 വരെയുള്ള 39 ദിനങ്ങളിൽ വീണ്ടും ശുക്രൻ ജന്മരാശിയിൽ പ്രവേശിക്കുക വഴി മൃഷ്ടാന്ന ജീവിത സൗകര്യങ്ങളും ദാമ്പത്യ സുഖവും വിശിഷ്ട വസ്ത്രാഭരണങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും അതേപോലെ കലാകാരന്മാർക്കും സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ അവസരങ്ങളും തന്നിമിത്തം ധാരാളം ധനാഗമവും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. അതേപോലെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഊഹക്കച്ചവടക്കാർക്കും ഈ സമയം വൻ കുതിപ്പ് തന്നെ തങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ അനുഭവപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ വിശാഖം തുലാക്കൂറുകാരുടെ ജീവിതം ആകെ മാറ്റിമറിക്കുന്ന ഒരു വർഷം തന്നെയാവും 2026. ഇനി വിശാഖം നക്ഷത്രത്തിന്റെ അവസാന 15 നാഴികയിൽപ്പെട്ട വൃശ്ചികക്കൂറുകാരുടെ 2026 പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. കഴിഞ്ഞ 10 മാസമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളാലും നട്ടം തിരിഞ്ഞിരുന്ന നിങ്ങൾക്ക് പഞ്ചമത്തിലെ ശനിയുടെ അവസ്ഥയാലും നിങ്ങൾ മാനസികമായും സാമ്പത്തികമായും ഏറെ ദുരിതപ്പെട്ടിരുന്നു. അതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങളും. മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ ഇഷ്ടഭാവമായ 6-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി വരികയാൽ ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങളിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങും. ജൂൺ 2-ാം തീയതി ധനത്തിൻ്റെയും പഞ്ചമത്തിൻ്റെയും അധിപനായ സർവേശ്വരനായ ഗുരു ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ അടുത്ത 1 വർഷകാലത്തേക്ക് പ്രവേശിക്കുക വഴി വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനം ഒഴുകിയെത്തുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ
മുടങ്ങിക്കിടന്നിരുന്ന വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നു. ജനന സമയം ധനുവ്യാഴമോ മീനവ്യാഴമോ കർക്കടക വ്യാഴമോ ആയിട്ടുള്ളവർക്ക് ബമ്പർ ലോട്ടറികളോ വിദേശത്തു നിന്നുള്ള വലിയ വലിയ ലോട്ടറികളിൽ നിന്നും ഭീമമായ തുകകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഗസ്റ്റ് 17 മുതൽ ഒക്ടോബർ 16 വരെ ആദിത്യൻ കർമ്മത്തിലും ലാഭസ്ഥാനത്തും നിൽക്കുക വഴി കർമ്മരംഗം വാനോളം ഉയരുന്നതാണ് ഈ 2 മാസകാലം. സെപ്റ്റംബർ 2 മുതൽ നവംബർ 5 വരെയും തുടർന്ന് നവംബർ 22 മുതൽ ഡിസംബർ 31 വരെയും സപ്തമാധിപൻ കൂടിയായ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി തുലാൻ രാശിയിൽ നിൽക്കുക വഴി അവിവാഹിതരുടെ മംഗല്യം, അതേപോലെ പ്രണയത്തിലേർപ്പെട്ടിരിക്കുന്ന കാമുകന്മാരുടെ വിവാഹവും സഫലീകൃതമാകുന്നതാണ്. ഈ കാലയളവിൽ എന്തെല്ലാം കാര്യങ്ങൾ വിചാരിച്ചാലും അവയൊക്കെ സാധ്യമാകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വിശാഖം വൃശ്ചികക്കൂറുകാർക്കും ശരിക്കും ഓർക്കത്തക്ക സൗഭാഗ്യങ്ങൾ വാരിക്കോരി ലഭിക്കുന്ന ഒരു വർഷം തന്നെയാവും 2026. മറ്റൊരു സുപ്രധാന അറിയിപ്പ്. ആസ്ട്രോഫ്ലവർ മെട്രിമോണി കൃത്യമായ ജാതകം പരിശോധിച്ച് വിവാഹ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെ, പൊരുത്തം കൂടാതെ പാപസാമ്യ ചിന്തന, ഇതാണ് ഏറ്റവും പരമപ്രധാനം. പുനർവിവാഹ ഉണ്ടെങ്കിൽ എന്താണ് അതിന് പ്രതിവിധികൾ, വൈവാഹിക ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, ഇവയൊക്കെ കൃത്യമായും വ്യക്തമായും വിട്ടുവീഴ്ച ഇല്ലാതെ പരിശോധിച്ച് യോജിച്ച കേസുകൾ മാത്രമേ ഫോർവേഡ് ചെയ്യുകയുള്ളൂ. രജിസ്ട്രേഷൻ കാലാവധി 6 മാസമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 9495542616 94 95 54 26 16. ഈ വീഡിയോ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും സഹകരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.